പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയാതിരുമെന്നെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. തന്ന കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് ദൈവവചന ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം എടുക്കാം. സദൃശ്യവാക്യം 29:25. സദൃശ്യവാക്യം 29:25. മാനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. അങ്ങനെയാണ് വചനം. മാനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. എത്ര പേർക്കുണ്ട് മനുഷ്യന് ഭയം? മനുഷ്യനെ ഭയക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ നമ്മൾ മനുഷ്യരെ ഭയക്കേണ്ടി വരും അല്ലേ? പക്ഷേ ദൈവത്തെക്കാൾ ഉപരി നമ്മൾ മനുഷ്യരെ ഭയക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ ദൈവത്തെ ഭയപ്പെടുക, ആദ്യം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക. ഇതിനപ്പുറം മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മാനുഷ്യ ഭയം ഒരു കെണിയാകുന്നു. എന്ത് കെണി എന്നാണ് അടുത്ത വാക്യം പറയുന്നത്. യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. അപ്പോൾ എന്തിനാണ് കെണി? രക്ഷ പ്രാപിക്കുന്നതിനൊരു കെണിയാണ് മാനുഷ്യഭയം അല്ലേ? നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ മക്കളാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരെങ്കിൽ രക്ഷ പ്രാപിക്കുന്നതിനൊരു കെണിയായിരിക്കുന്ന മനുഷ്യ ഭയം നമ്മളിൽ ആരിലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വന്നവരാണെന്ന് പറയുമ്പോഴും നമ്മൾ കുറച്ച് പേരെങ്കിലും പുതിയതായിട്ട് കടന്നു വന്നവരുണ്ട്. ഈ പുതുതായിട്ട് കടന്നു വന്നവർക്ക് ഈ രക്ഷ എന്ന് വെച്ചാൽ മാനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഈ രക്ഷ എന്തെന്ന് നമുക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം അല്ലേ? എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം. അതറിഞ്ഞൂടാത്ത ചിലരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പറയാണ്, നമ്മൾ രക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ശിക്ഷിക്കപ്പെട്ടവരായിരുന്നു അല്ലേ? നമ്മൾ ശിക്ഷിക്കപ്പെട്ടവരായിരുന്നു. ആമേൻ. എവിടെയാണ് നമ്മൾ ശിക്ഷിക്കപ്പെട്ടത്? എവിടെയാണ്? ഏദൻ തോട്ടത്തിൽ അല്ലേ? ശിക്ഷിക്കപ്പെട്ടവരായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ശിക്ഷിക്കപ്പെട്ടത്? ആദ്യ മനുഷ്യനായ ദൈവം ആണും പെണ്ണുമായിട്ട് മനുഷ്യനെ മാത്രമേ സൃഷ്ടിച്ചുള്ളൂ. ഒരു മതവും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ആണും പെണ്ണുമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ഫലമായി ആ ഏദൻ തോട്ടത്തിൽ നിന്നും ദൈവം പുറന്തള്ളപ്പെട്ടു അവരെ. അപ്പോൾ അവിടെ പാപം വന്നു അല്ലേ? ശിക്ഷിക്കപ്പെട്ടു. മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ട അവസ്ഥയിലായി. അപ്പോൾ ആ ശിക്ഷിക്കപ്പെട്ട മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, രക്ഷ പ്രാപിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശ് യാഗമായി അല്ലേ? അതിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ അല്ലേ? പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. മറ്റുള്ള എല്ലാവരും നമ്മൾ പല പ്രാവശ്യം കേട്ടതാണ്. അപ്പോൾ നമ്മൾ ശിക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് രക്ഷയുടെ ആവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രക്ഷ പ്രാപിച്ച നമ്മൾ എങ്ങനെ രക്ഷ പ്രാപിച്ചു? എപ്പോഴും നമ്മളത് ഓർക്കണം. ഇന്ന് നമ്മൾ രക്ഷ പ്രാപിച്ചവരാണ്. നമ്മളിന്ന് ഈ രക്ഷ പ്രാപിച്ച് ഇന്ന് ഈ ഹോളിൽ നമ്മൾ ഇരിക്കുന്നുവെങ്കിൽ അതിന് വലിയ ഒരു വില കൊടുത്ത ഒരു ദൈവമുണ്ടല്ലേ? നമ്മൾ ഈ രക്ഷ പ്രാപിക്കാൻ വേണ്ടി വലിയ ഒരു വില കൊടുത്തൊരു ദൈവമുണ്ട്. പെട്ടെന്ന് ഒരു വെടിവെച്ച് കർത്താവിനെ കൊന്നതല്ല. ഇഞ്ചായി അവനെ കാൽവറി ക്രൂശിൽ അവൻ മരിച്ചു. എന്തിനു വേണ്ടി? നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇഞ്ചായി മരിക്കുകയാണ് ഇതല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് രക്ഷ പ്രാപിച്ച് ഇവിടെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ ഓർക്കണം, നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച ഒരു ദൈവമുണ്ട്. ഒരിക്കലും ഈ രക്ഷ നമ്മൾ നഷ്ടമാക്കി കളയരുത്. അത് ഒരു മാനുഷ്യ ഭയത്തിൽ നമ്മൾ ഈ രക്ഷയെ നഷ്ടമാക്കി കളയരുത്. നമ്മൾ ദൈവത്തെ ഭയപ്പെടുക. മനുഷ്യരെല്ലാം നമ്മൾ ആദ്യം ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ്. നമ്മൾ ആദ്യം ഭയപ്പെടേണ്ടത്. നമ്മളെല്ലാവരും ഇപ്പോൾ ദൈവസേനയിൽ വന്നു. ആ വന്ന ആദ്യ കാലത്തേക്ക് നമ്മൾ പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ വന്ന സമയത്തുള്ള നമ്മുടെ അനുഭവം എന്താണെന്ന്
പലർക്കും പറയാൻ കഴിയും അല്ലേ, ഞാൻ എഴുന്നേൽക്കാൻ പറ്റാതെ കിടന്നവളാണ്, എനിക്കൊരു വീടില്ലായിരുന്നു, ഞാൻ കഷ്ടതയിലായിരുന്നു, പട്ടിണിയിലായിരുന്നു, നഗ്നതയായിരുന്നു, ഉടുക്കാനൊരു വസ്ത്രമില്ലായിരുന്നു. ഇന്നെനിക്ക് ഇഷ്ടം പോലെ എൻ്റെ അലമാരിയിൽ വസ്ത്രമുണ്ടല്ലേ. ആർക്കെങ്കിലും ഒന്ന് വസ്ത്രത്തിന് കുറവുണ്ടോ? ഒന്നുമില്ല അല്ലേ. ഇന്ന് വീടില്ലാതെ ചോർന്നൊലിച്ച് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ നമ്മളെ കർത്താവ് രക്ഷ മാത്രമല്ല നമുക്ക് തന്നത്, സകല നന്മകളും തന്നു അല്ലേ. ഈ സകല നന്മകളും ദൈവം നമുക്ക് തന്നപ്പോൾ മറ്റുള്ള കണ്ടു നിൽക്കുന്നവർ തോന്നുമ്പോൾ ഒരു പെന്തക്കോസിൽ പോയി രക്ഷപ്പെട്ട് പലരും നമ്മളെ നോക്കി പറയും പെന്തക്കോസിൽ പോയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു അല്ലേ. പക്ഷേ എന്ന് വിചാരിച്ച് ചിലർ വരും. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. എങ്ങനെയാണ്? ഭൂമിയിൽ വീട് വേണം, വസ്ത്രം വേണം, മറ്റുള്ള കാര്യങ്ങളെല്ലാം വേണം എന്നും പറഞ്ഞ് ചിലർ വരുന്നവരുണ്ട്. അങ്ങനെ വരുന്നവർ അവരറിയുന്നില്ല നമ്മൾ വർഷങ്ങളോളം ദൈവസേനയിൽ നിന്ന് ദൈവം നമ്മെ പണിത് എടുത്തിട്ടാണ് നമ്മൾ ഇതെല്ലാം ഈ ഒരു അവസ്ഥയിലേക്ക് വന്നതെന്ന് അവർക്കറിയില്ല. അവർ വരും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, ഒരു 6 മാസം, അയ്യോ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, അവർ പോകും അല്ലേ. അവർ പോകുന്നവരെന്തിനെന്നോ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വന്നവരാ, അവർ പോകും. പക്ഷേ രക്ഷിക്കപ്പെടണം, എൻ്റെ ആത്മാവിനൊരു രക്ഷ വേണം എന്ന ആഗ്രഹത്തോട് വരുന്നവരാണെങ്കിൽ അടിച്ചാലും പോകില്ല, അവരിവിടെ തന്നെ നിൽക്കും അല്ലേ. ഇവിടെ തന്നെ നിൽക്കും. എനിക്ക് എൻ്റെ കർത്താവിനെ മതി, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു ദൈവമുണ്ട്, അവൻ തകർക്കപ്പെട്ടത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ ഒരു ബോധമുള്ളവർ അവസാനം വരെയും ദൈവസേനയിൽ നിലനിൽക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാനുഷ്യ ഭയം ഈ രക്ഷയെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ആരും ഒരുങ്ങരുത്. ഒരു മനുഷ്യനെയല്ല നമ്മൾ ഭയപ്പെടേണ്ടത്, ഒരു മനുഷ്യനെയല്ല നമുക്ക് ആദ്യം സ്നേഹം കൊടുക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സ്നേഹത്തിൽ, ഈ കർത്താവിൻ്റെ രക്ഷയിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് വായിക്കാം. സങ്കീർത്തനം 34:8 ഒന്ന് വായിക്കാം. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ, അവനിൽ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 34:8 എന്താണ് പറയുന്നത്? യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ, അവനിൽ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഈ രുചിച്ചറിയണം, നമ്മൾ കർത്താവ് ആരാണെന്ന്, അവൻ്റെ സ്നേഹം എന്താണെന്നും നമ്മൾ രുചിച്ചറിയണം. എത്ര പേര് കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന? കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിയണം. നമുക്ക് ഈ കർത്താവിൻ്റെ സേനയിൽ അവസാനം വരെ നിൽക്കണമെങ്കിൽ, ഈ രക്ഷ നമുക്ക് നഷ്ടപ്പെടുത്തി കളയാതെ ഈ കർത്താവിൻ്റെ സേന, ചിലപ്പോൾ കഷ്ടതയായിരിക്കും, ബുദ്ധിമുട്ടുണ്ടാവും, പ്രതികൂലങ്ങളുണ്ടാകും, മറ്റുള്ളവർ നിന്ദിക്കും, പരിഹസിക്കും. ഇതൊക്കെ കർത്താവ് പറഞ്ഞതാണ്. എൻ്റെ നാമത്തിൽ നിങ്ങൾ നിന്ദിക്കും, പരിഹസിക്കും, ദൂഷിക്കും, ഇതൊക്കെ കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ രക്ഷ പ്രാപിക്കുന്നതിന് കർത്താവിൻ്റെ അവൻ നല്ലവനാണെന്ന് നമ്മൾ രുചിച്ചറിയണം. കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എവിടെയാ ദൈവം? നമ്മൾ ഈ തിരുവചനം ഇല്ലേ, ഈ തിരുവചനം, ഇതിനകത്ത് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് വായിക്കണം. ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുത്തേരണം. വചനം വായിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവസന്നിധിയിൽ ഇരുന്നാലേ കർത്താവ് ആരാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷമങ്ങൾ വരും, അപ്പം നമ്മൾ പ്രാർത്ഥിക്കാതെ നമ്മൾ കർത്താവിൽ നിന്നും അല്ലെങ്കിൽ ദൈവവചനം വായിക്കാതെ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ട. നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലുക, കർത്താവിൻ്റെ അടുക്ക ചെല്ലുക, കർത്താവിൻ്റെ അടുക്ക ഇരിക്കുക. എത്ര സമയമില്ല എങ്കിലും നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുക, അവൻ്റെ സന്നിധിയിൽ ഇരിക്കുക. ചിലരൊക്കെ ഇങ്ങോട്ട് വരും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് പോകും. എന്തുകൊണ്ട് പോകുന്നു? നമ്മൾ ദൈവത്തെ അറിഞ്ഞ് നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമയമെടുത്തിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയാൻ പറ്റൂ. സമയമെടുത്ത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോണ്ടല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ചില അത്ഭുതകരമായ വിടുതൽ ദൈവം തരുമ്പോൾ കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിയും അല്ലേ. ചില നമ്മുടെ വേദനകൾ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ പലപ്പോഴും നമുക്ക് മനുഷ്യർക്ക് എടുത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കാണും അല്ലേ. എന്നെ ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. ആരും ആശ്വസിപ്പിക്കാൻ വരില്ല, മനസ്സിലായോ? കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലണം. നമ്മൾ മനുഷ്യരെ നോക്കിയിരിക്കുകയേ ചെയ്യരുത്. ചിലപ്പോൾ വിചാരിക്കും ആരെങ്കിലും എന്നെ ഒന്ന് ഞാൻ കടന്നു പോകുന്ന അവസ്ഥ ദൈവമേ അറിയുന്നില്ലേ, എൻ്റെ കണ്ണുനീര്, എൻ്റെ വേദന, ഞാൻ കടന്നു പോകുന്ന അവസ്ഥകൾ, എൻ്റെ ചില പഴികൾ, നിന്ദകൾ, ദുഷികൾ, ഇതൊക്കെ കർത്താവെ ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ചിന്തിക്കും അല്ലേ.
നമ്മൾ വേദനിച്ചിരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മളുടെ ചിലവരുടെ വാക്കുകൾ നമ്മളുടെ മേൽ തൊരുത്ത് വിടുമ്പോൾ അതിൽ നിന്ന് നമ്മൾക്കുണ്ടാകുന്ന ഹൃദയഭാരങ്ങൾ, ചിലരൊക്കെ നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെടുത്തിയെന്ന് വരും, ഒറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ, ഇങ്ങനെ പലവിധമായ വേദനകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുകയെങ്കിൽ എന്നല്ല നമ്മൾ പറയേണ്ടത്. നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ അറിയുന്ന, നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ മറ്റാർക്കും അറിയാൻ കഴിയില്ല. എന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ സമയം ഞാൻ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലണം, അവൻ്റെ സന്നിധിയിൽ ഇരിക്കണം, അവൻ്റെ വചനം എടുക്കണം, വായിക്കണം, പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് ആശ്വാസം, അതിലൂടെ മാത്രമേ ദൈവം നമുക്ക് ആശ്വാസം തരൂ. അതുകൊണ്ട് കൂടുതലായി കർത്താവിൻ്റെ സന്നിധി നമ്മൾ ചെയ്യണം. ഇപ്പം കർത്താവിൻ്റെ സ്നേഹം അവൻ നല്ലവൻ രുചിച്ചറിയണമെങ്കിൽ അത് മാത്രമുണ്ട്. പക്ഷേ കർത്താവ് നമ്മളെല്ലാവരെയും ഉള്ളതുപോലെ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ചില അനുഭവങ്ങൾ, ചില സത്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ അനുഭവങ്ങളിലൂടെ മാത്രമേ, നമ്മുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെ മാത്രമേ നമുക്ക് കർത്താവ് നല്ലവെന്ന് രുചിച്ചറിയാൻ പറ്റൂ, ഇല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവമുഖം അന്വേഷിക്കണം, ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലണം. കർത്താവ് ആരാണ് എന്ന് അടുത്തോട്ട് ചെന്നെങ്കിൽ മാത്രമേ അതിന് നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ ചിലപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ അടുത്തില്ല. ചിലർ പറയും എനിക്ക് വചനം വായിക്കാൻ അറിഞ്ഞുകൂടാ, ഇല്ലേ? എന്ത് ചെയ്യണം? വചനം ഓഡിയോ ബൈബിളുണ്ട്, എത്ര പ്രാവശ്യം ദൈവവചനം ഇട്ട് കേൾക്കാം. നമുക്ക് വചനം കേൾക്കും തോറും ദൈവസ്നേഹം നമ്മളിൽ വർദ്ധിക്കും. ദൈവവചനം നമുക്ക് ഇഷ്ടം പോലെ ദൈവവചനം ഓഡിയോ ബൈബിളിട്ട് നമുക്ക് കേൾക്കാം. വായിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് ദൈവവചനം വായിക്കാം, സമയമെടുത്ത് ദൈവത്തിന് ഇരിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഇത് കൊണ്ടുവച്ചാൽ അടുത്ത ഞായറാഴ്ച എടുക്കുന്നവരുണ്ട്. അടുത്ത ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് ഇതിലത്രയും പൊടിയും തട്ടിയിരിക്കും. അതെല്ലാം പൊടിയൊക്കെ തട്ടി തുടച്ചിട്ട് എടുത്തുകൊണ്ട് അടുത്ത ഞായറാഴ്ച. അങ്ങനെയുള്ളവർക്ക് ദൈവം നല്ലവെന്ന് രുചിച്ചറിയാൻ പറ്റൂ? ഒരിക്കലും ദൈവം നല്ലവെന്ന് രുചിച്ചറിയാൻ പറ്റില്ല. നമ്മൾ ഈ ദൈവവചനം വായിച്ചെങ്കിൽ മാത്രമേ, ദൈവത്തോട് വചനത്തോട് അടുത്ത് ചെന്നെങ്കിൽ മാത്രമേ ഈ കർത്താവ് നല്ലവന് നമുക്ക് രുചിച്ചറിയാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ആ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ. ഇവിടെ 2 ചായ ഇങ്ങനെ കൊണ്ടുവച്ചേക്കാണേ. ഒന്നിൽ പഞ്ചസാരയുണ്ട്, ഒന്നിൽ പഞ്ചസാരയില്ല. ആരെടുത്തെങ്കിലും ഇതിൽ ഏതാണ് പഞ്ചസാര ഉള്ളതെന്ന് നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് ചായ കണ്ടിട്ട് ഇതിലേതിൽ പഞ്ചസാരയുണ്ട് പറയാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? നമ്മൾ രുചിച്ച് നോക്കണം, അല്ലേ? നമ്മൾ അതിനെ എടുത്തൊന്ന് കുടിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിലേതാണ് മധുരമുള്ളതെന്ന് നമുക്ക് രുചിച്ചറിയാൻ പറ്റും. അതുപോലെ കർത്താവിനോട് നമ്മൾ കൂടുതൽ അടുത്ത് ചെല്ലുക, അവനോട് കൂടുതൽ പ്രാർത്ഥനയിൽ, ദൈവവചന വായനയിൽ നമ്മൾ കൂടുതൽ കർത്താവുമായുള്ള ബന്ധം നമുക്ക് ഈ നാളുകളിൽ ദൈവം വർദ്ധിപ്പിച്ചു. ചിലർ പറയും എനിക്ക് വായിക്കാൻ അറിയാവുന്നവരുണ്ട് ഇവിടെ, വായിക്കാൻ അറിയാം, കുറച്ചൊക്കെ വായിക്കാൻ അറിയാം, 4ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ പഠിച്ചവരുണ്ട്, നല്ല ഭംഗിയായിട്ട് വായിക്കാൻ അവർക്ക് പറ്റും. പക്ഷെ വായിക്കില്ല. വായിച്ചാൽ കർത്താവ് ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത വ്യക്തികളെ കൊണ്ട് ഇംഗ്ലീഷിൽ ദൈവം പ്രസംഗിപ്പിക്കും. എങ്ങനെയാ? ദൈവമായുള്ള ബന്ധമാണ് അവർക്ക് അങ്ങനെ ദൈവം സാധ്യമായി കൊടുക്കുന്നത്. ഇവിടെ 7ാം ക്ലാസ്സിൽ പഠിച്ചാലും എനിക്കറിഞ്ഞൂടാ വായിക്കാൻ, എനിക്കത് വായിക്കാൻ അറിഞ്ഞൂടാ. നീ ഒരു അധ്യായം നീ പല പ്രാവശ്യം വായിച്ച് ദൈവം നിനക്ക് കൃപ തരും. ഇത് വായിക്കാനായിട്ട് ദൈവം നിനക്ക് കൃപ തരും. നിങ്ങൾ ശ്രമിക്ക്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും താഴ്ത്തിക്കെട്ടാനോ പറയുന്നില്ല. നിങ്ങൾ ഈ ദൈവവചനം നമുക്ക് അന്ത്യത്തോളം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കണമെങ്കിൽ ഇനിയുള്ള കാലമൊക്കെ ചിലപ്പോൾ നന്നായെന്ന് വരില്ല. അതുകൊണ്ട് മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കണമെങ്കിൽ ദൈവവചനം വായിക്കുക. സമയമെടുത്ത് ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിക്കുക. ദിവസവും അതൊരു ശീലമാക്കുക. കർത്താവ് നല്ലവനെന്ന് നമുക്ക് ഓരോരുത്തർക്കും രുചിച്ചറിയാൻ പറ്റും. അല്ലാതെ ഒരാൾ ദൈവത്തോട് അടുത്തിയെന്നും പറഞ്ഞ് മറ്റൊരാളിന് കർത്താവിനെ രുചിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ ചില സത്യങ്ങൾ നമുക്ക് കർത്താവിനെ കുറിച്ച് അറിയണമെങ്കിൽ ദൈവവചനത്തിൽ മാത്രമേ നമുക്ക് രുചിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയട്ടെ, ദിവസങ്ങളിൽ ദൈവവചനം വായിക്കുക. വൈകുന്നേരം നമ്മൾ ചിലപ്പോൾ പള്ളി കഴിഞ്ഞിട്ട് നേരെ പോകുമ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യും? ഇത് കൊണ്ടങ്ങ് വെച്ച് കഴിഞ്ഞല്ലോ, നമ്മളെന്ത് ചെയ്യും? ആണുങ്ങളാണെങ്കിൽ ഏതെങ്കിലും കടയിൽ ചെന്നിരുന്ന് കുറച്ച് കൂട്ടുകാരുമായിട്ട് അവിടെ ഇരുന്ന് അവർ പറയുന്നതൊക്കെ കേട്ട് എല്ലാം കേട്ട് രസിച്ച് അങ്ങനെ ഇരിക്കും. പെണ്ണുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? തൊട്ടപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയമില്ല, നമുക്ക് വചനം വായിക്കാൻ സമയമില്ല, പക്ഷേ ഇതിനൊക്കെ നമുക്ക് സമയമുണ്ട്. അപ്പുറത്തെ വീട്ടിൽ ചെന്ന് അവരുമായിട്ട് കുറച്ച് കഥകളും പറഞ്ഞ് അവർ പറയുന്ന കുറച്ച് വായിന്ന് വരുന്ന ആവശ്യമില്ലാത്ത വാക്കുകളും കേട്ട് നമ്മളെ സമയം വെറുതെ കളയും. നമ്മൾ പറയുന്നവരാണ്, ഞാനൊന്നും പറയുന്നില്ലല്ലോ, ഞാൻ എൻ്റെ വായിന്ന് ആവശ്യമില്ലാത്ത ഒന്നും വീഴുന്നില്ലല്ലോ. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ വായിക്ക് മാത്രം പരിശോധന ഉണ്ടായപ്പോൾ ചെവിക്കും വേണം പരിശോധന. നമ്മൾ മറ്റുള്ളവരടുക്കച്ചിരുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാൻ ഇരുന്നു കൊടുക്കരുത്. 1-ാം സങ്കീർത്തനത്തിൽ എന്താണ് പറയുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും
പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ പ്രമാണം നമ്മൾ എടുക്കണം. അല്ലാതെ മറ്റുള്ളവരോട് ചെന്നിരുന്ന് റോഡിൽ പോകണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി നേരം അവരുടെ കയ്യിൽ ഇതിന് നമുക്ക് സമയമില്ല. നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കണം. മറ്റുള്ളതെല്ലാം നമ്മൾ ഒഴിവാക്കണം. നമ്മളെ ചെവിക്കും പരിച്ഛേദന വേണം. മറ്റുള്ള ഒന്നും കേൾക്കാൻ നമ്മൾ പോകരുത്. നമ്മളെ നാവിന് പരിച്ഛേദന മാത്രം പോരാ, ചെവിക്കും പരിച്ഛേദന ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് വളർന്നു വരാൻ കഴിയും. ഇതിനൊരു ആഗ്രഹമുള്ളവരാണെങ്കിൽ, കർത്താവിനെ എനിക്ക് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ദൈവത്തെ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവ്, എനിക്ക് നീ ആയിരിക്കുന്നത് പോലെ നീ ആരാണെന്ന് എനിക്കൊന്ന് അറിയണം കർത്താവ് എന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ദൈവവചനം എടുക്ക്, വായിക്ക്, പ്രാർത്ഥിക്ക്. അറിഞ്ഞുകൂടാത്തൊരു ഓഡിയോ ബൈബിൾ ഇട്ട് കേൾക്ക്. പല പ്രാവശ്യം കേട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാൻ ശ്രമിക്കുക. നമുക്കൊരു വാക്യം വായിക്കാം. 1 ശമൂവേൽ 15:24. പാപം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശമൂവേലിനടുത്ത് പറയാണ്, ഞാൻ ജനത്തെ ഭയപ്പെട്ടു. എന്താണ് ഇവിടെ ഈ ഭയം? മാനുഷ്യ ഭയം ഒരു കെണി. നമ്മൾ വായിച്ച വാക്യം ഏതാണ്? മാനുഷ്യ ഭയം ഒരു കെണിയാണ്. ഈ കെണിയിൽ ആര് വീണു? ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗൽ വീണുപോയി. അവൻ പറഞ്ഞ എന്താണെന്ന് അറിയുമ്പോൾ, ഞാൻ ജനത്തെ ഭയപ്പെട്ടിട്ട് എന്ത് ചെയ്തു? കുറേ അവിടെയുള്ള തടിച്ചതും കൊഴുത്തതുമായ എല്ലാ മൃഗങ്ങളെയൊക്കെ ഇഞ്ഞ് പിടിച്ചോണ്ട് വന്നു. അവിടുത്തെ രാജാവായ ആഗാഗിനെയും ജീവനോടെ പിടിച്ചോണ്ട് വന്നു. ഇവിടെ ശൗൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ജനത്തെ ഭയപ്പെട്ടപ്പോൾ പറയാണ്, ജനത്തെ ഭയപ്പെട്ട അവരുടെ വാക്ക് ഞാൻ കേട്ടതിനാൽ, അവരുടെ വാക്ക് ഞാൻ അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനകളെ ലംഘിച്ചു, നിന്റെ വാക്കും ഞാൻ അനുസരിച്ചില്ല. ജനത്തെ ഭയപ്പെട്ടപ്പോൾ പ്രവാചകൻ്റെ വാക്കനുസരിച്ചില്ല, ദൈവത്തിൻ്റെ കൽപ്പനയിൽ ലംഘിച്ചു. എന്നിട്ട് ശൗൽ പറയാണ്, ഞാൻ പാപം ചെയ്തു എന്ന് പറയാണ്. അപ്പം അവിടെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ പാപം ചെയ്തു എന്ന് ശൗൽ തന്നെ പറയുകയാണ്, അല്ലേ? ആ ശൗൽ അപ്പം ജനത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഇവിടെ ശൗലിന് വന്നതെന്താണ്? പാപം. നമ്മുടെ ജീവിതത്തിൽ മാനുഷ്യ ഭയം നമ്മളിൽ ഉണ്ടാകാതിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമ്പോൾ, ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു കല്യാണം അവിടെ എവിടെയൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ മറഞ്ഞിരിക്കരുത്. ചിലരങ്ങ് ഒളിച്ചിരിക്കും. ഞാൻ യേശുവിൻ്റെ മോളാണെന്ന് അറിയരുത്, അല്ലെങ്കിൽ ഞാൻ യേശുവിൻ്റെ മോനാണെന്ന് അറിയരുത്. ഒളിച്ചിരിക്കും, മറഞ്ഞിരിക്കരുത്. കർത്താവ്, ഞാൻ എവിടെയും നെഞ്ചു വിരിച്ച് ഞാൻ യേശുവിൻ്റെ മകളാണ്, യേശുവിൻ്റെ മകനാണെന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം നമുക്ക് വേണം. നമ്മൾ ബൈബിൾ എടുത്തുകൊണ്ട് വരുമ്പോൾ മറ്റുള്ളവർ കാണുമെന്ന് വിചാരിച്ച് പൊതിഞ്ഞ് കെട്ടിയൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ബാഗുണ്ടെങ്കിൽ ബാഗിനകത്ത് വെച്ചുകൊണ്ട് വരാം. പക്ഷേ അത് മറച്ചു പിടിച്ച് മനുഷ്യരെ ഭയപ്പെട്ട് നമ്മളതും കൊണ്ടുവരേണ്ട കാര്യമില്ല. ധൈര്യത്തോടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ധൈര്യത്തോടെ വരണം. ദൈവം അതിനുള്ള ധൈര്യം നമുക്ക് എല്ലാവർക്കും തരട്ടെ. അതല്ല എങ്കിൽ മാനുഷ്യ ഭയം നമ്മളിൽ വന്നാൽ നമ്മളും ഇവിടെ ശൗൽ പാപത്തിൽ വീണതുപോലെ പാപത്തിൽ വീണു പോകാനായിട്ട് ഇടയാവും. അങ്ങനെ നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ യഹോവയുടെ വചനങ്ങളെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തു നിന്നും തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്താ രാജസ്ഥാനം? ഈ ശൗല് രാജാവാക്കാൻ പോയപ്പോഴത്തേക്ക് ശൗല് പറഞ്ഞ, ഞാൻ എന്തുള്ളു കർത്താവേ, എൻ്റെ കുലവും ഒന്നുമല്ല. അപ്പം ഒന്നുമല്ലാത്ത ഒരു വ്യക്തിയെ ദൈവം രാജാവായി തിരഞ്ഞെടുത്തു. ഇതുപോലെ തന്നെയാണ് ദൈവമക്കളെ നമ്മളൊന്നും അല്ലായിരുന്നു, അല്ലേ? ആരും അറിയപ്പെടാതെ കിടന്നവരാ, അല്ലേ? നമ്മൾ കഷ്ടതയുടെ തീച്ചൂളയുടെ നടുവിൽ കിടന്നവരാ. കഷ്ടത, നഗ്നത, പട്ടിണി, എന്തെല്ലാം രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, കടബാധ്യതകൾ, ഇങ്ങനെ പല അവസ്ഥയിൽ കിടന്ന, അല്ലേ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ, എപ്പം മരിക്കുമെന്ന് വരെ ചിന്തിച്ച്, അതല്ലെങ്കിൽ എപ്പോൾ ഒന്ന് കയറിടാം എന്ന് വരെ ചിന്തിച്ചിരുന്നവരവിടെ പലർക്കും പല അനുഭവങ്ങളാണ്, അല്ലേ? ഈ അനുഭവത്തിലൂടെ കടന്നു പോയവരാണ് നമ്മൾ. ഇന്ന് നമ്മളെ ദൈവമക്കളാക്കി ദൈവം നമ്മെ വിളിച്ച് ഇന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന എല്ലാത്തിലുപരിയായി രക്ഷ നമുക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാനുഷ്യ ഭയം ഒരു കെണിയാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. ഈ രക്ഷ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതെ, ഇവിടെ നീ യഹോവയുടെ വചനങ്ങളെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തും തള്ളിക്കളഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന തള്ളിക്കളഞ്ഞപ്പോൾ ശൗലിന് എന്താണ് നഷ്ടമായത്? ആ ഒരു രാജസ്ഥാനം നഷ്ടമായിപ്പോയി, അല്ലേ? രാജസ്ഥാനം ശൗലിന് നഷ്ടമായിപ്പോയി. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു, അല്ലേ? നമുക്കും ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. എന്താണ് സ്ഥാനം? യോഹന്നാൻ 1:12
അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അല്ലേ. അവനെ കൈക്കൊണ്ട്, ആരെ? യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മൾ ആരാണ്? നമ്മൾ ദൈവമക്കളാണ് അല്ലേ. ലോകം നമ്മെക്കുറിച്ച് എന്തോ പറഞ്ഞോട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ സമ്മേളനത്തിൽ നമ്മൾ ആരാണ്? നമ്മൾ ദൈവമക്കളാണ്. അപ്പം ഇന്ന് നമ്മളെ ദൈവമക്കളായിട്ട് കർത്താവ് ചേർത്തണച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രാജാവിൻ്റെ മക്കളാക്കി, രാജകീയ പുരോഹിത വർഗമാക്കി ദൈവം നമ്മെ മാറ്റിയെങ്കിൽ ഈ സ്ഥാനം നമ്മൾ തള്ളിക്കളയാൻ ഇടവരരുത്. ഒരു മനുഷ്യരെ ഭയന്നുകൊണ്ട് മാനുഷ്യ ഭയത്തിനാവുന്ന കെണിയിൽ നമ്മൾ വീണു പോകാൻ ഇടവരരുത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ സ്ഥാനം, ദൈവം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം തന്നുവെങ്കിൽ ഈ അധികാരം നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് നമ്മൾ വളരെ സൂക്ഷിക്കുക. കർത്താവ് കൊടുത്ത വില എപ്പോഴും നമ്മൾ ഓർക്കണം. അവൻ ചെറിയ ഒരു വിലയൊന്നുമല്ല കൊടുത്തത് അല്ലേ. ശരീരത്തിൽ ഒരു സ്ഥലം പോലും ഇല്ലാതെ അവനെ അടിച്ച് തകർത്തു അല്ലേ. 3 ആണിമേൽ തൂങ്ങി അവസാനം വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവിടെ പായ്ക്ക് എന്താണ്? രക്തമില്ല, വെള്ളമാണ് വന്നതല്ലേ. ഇഞ്ചിഞ്ചായി നമ്മളെ കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കൊടുത്ത ഓരോ വില, നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു തെറ്റ് നമ്മളിൽ വരുമ്പോൾ, ഒരു പാപം നമ്മളിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോട് മറുത്തു നിൽക്കുന്ന സ്വഭാവം നമ്മളിതൊന്ന് ഓർക്കണം. എൻ്റെ കർത്താവ്, ഞാൻ കൊടും പാപിയായിരുന്നു, എന്നെ രക്ഷിക്കേണ്ടതിന് കർത്താവ് കൊടുത്ത വില അത്ര വലുതാണ്. ആ സമയങ്ങൾ നമ്മൾ ഓർക്കണം. ഓർത്ത് ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മളങ്ങ് ഇറങ്ങാൻ ശ്രമിക്കണം. അതുപോലെ നമ്മൾ ഈ സ്ഥാനം നഷ്ടപ്പെടുത്തി കളയാൻ ഇടവരുത്. യോഹന്നാൻ 12:42-43 കൂടെ ഒന്ന് വായിക്കാം. ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ഇവിടെ കർത്താവ് ചില ഉപദേശങ്ങൾ കൊടുത്തു. ചില ഉപദേശങ്ങൾ കൊടുത്തപ്പോൾ ചിലർക്കൊന്നും അത് പിടിച്ചില്ല. അവരൊക്കെ എന്ത് ചെയ്ത്? അവർ പോയി. അവരെല്ലാം കർത്താവിനെ വിട്ടിട്ട് പോയി. കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? അതാ പറയുന്നത്, കർത്താവ് ആരെയും ബലം പ്രയോഗിച്ച് ആരെയും പിടിച്ചു വയ്ക്കില്ല. പോകണമെന്നുള്ളവർക്ക് പോയിക്കോളാം. 1000 പേരെ ചേർത്തൊരു പള്ളി നടത്തുന്നതിനേക്കാളും അനുസരണമുള്ള, രക്ഷിക്കപ്പെട്ട, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ഉറപ്പോടെ നിൽക്കുന്ന 50 പേരുണ്ടെങ്കിൽ അവരെയും കൊണ്ട് സ്വർഗത്തിൽ പോകുന്ന ഏറ്റവും നല്ലത് അല്ലേ. കർത്താവ് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ട്? കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടെങ്കിൽ പൊയ്ക്കോ. അപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത്? കർത്താവേ, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ആരാണ് പറഞ്ഞത്? പത്രോസ് പറഞ്ഞു അല്ലേ. നമുക്ക് ഈ ഒരു വെളിപ്പാടുണ്ടായിരിക്കണം. ഈ ഒരു വ്യക്തമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യജീവൻ്റെ മൊഴികൾ, നിത്യജീവൻ്റെ വചനങ്ങൾ, ഈ വചനം മാത്രമാണ് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പത്രോസിനുണ്ടായതുപോലെ നമുക്കും അതുണ്ടായിരിക്കണം. നമ്മളും പറയണം, കർത്താവേ, ഇനി ഞങ്ങൾ എവിടെ പോകാൻ? ഞങ്ങൾ കണ്ടെത്തേണ്ടവനെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അപ്പുറം വേറെ നമ്മളെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല കർത്താവ്. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നമ്മളും കർത്താവിൻ്റെ അടുത്ത് പറയണം, നമുക്കിനി പോകാനൊരിടമില്ല. അവസാനത്തോളം നിൻ്റെ സന്നിധിയിൽ നിന്ന് നിൻ്റെ കാഹളധ്വനി ആകാശത്ത് കേൾക്കുമ്പോൾ, വാനമേഘത്തിൽ കേൾക്കുമ്പോൾ, കർത്താവേ, വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കും അവിടെ പറന്ന് വരണം എന്ന ഒരാഗ്രഹത്തോടെ നമ്മൾ ദൈവസന്നിധി നിൽക്കണം. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. പ്രമാണികളെല്ലാവരും കർത്താവ് ചെയ്ത പ്രവൃത്തികളൊക്കെ കണ്ടു അല്ലേ. ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, മരിച്ചവരെ ഉയർപ്പിച്ചു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി അല്ലേ. അതുപോലെ പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിച്ചു. പിന്നെ പറയാൻ ചെന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് അത്ഭുതങ്ങളൊക്കെ ചെയ്തതാണ്. ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തവരാണ് ഇവിടെ എന്തൊരാൾ പറഞ്ഞ പ്രമാണികൾ കണ്ടു. ഇവിടെ പ്രമാണികൾ ഇതൊക്കെ കണ്ടിട്ടും അവരെന്ത് ചെയ്യുന്നറിയാമോ? അനേകർ അവനിൽ വിശ്വസിച്ചു. വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. കർത്താവിൻ്റെ ഓരോ പ്രവൃത്തികളും കാണുമ്പോൾ അവൻ ദൈവമാണ് എന്ന് വിശ്വസിച്ചേ മതിയാവും. വിശ്വസിക്കാതിരിക്കാൻ പറ്റൂല. പക്ഷേ ഇവിടെ അവരെന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അവർക്ക് വിശ്വാസം വന്നു. അനേകർ അവനിൽ വിശ്വസിച്ചു. ആരാണ്? പ്രമാണികൾ. പലരും അവനിൽ വിശ്വസിച്ചു. പക്ഷേ പള്ളി ഭ്രഷ്ടരാക്കുമെന്നും പറഞ്ഞ് അവർ ഏറ്റുപറഞ്ഞില്ല യേശുവിനെ അവർക്ക് ഏറ്റുപറഞ്ഞു. എന്താണെന്ന്? പരീശന്മാർ യേശുവിനെ ഏറ്റുപറഞ്ഞാൽ അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കും. പള്ളിയിൽ നിന്നും പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ഏറ്റുപറയാനൊരു മനസ്സവർക്കില്ലായിരുന്നു. നമുക്ക് കർത്താവിനെ വേണോ പള്ളി വേണോ? പള്ളിയാണോ നമുക്ക് ആവശ്യം? അതേ നമുക്ക് കർത്താവിനെയാണ് ആവശ്യം. നമുക്ക് നമ്മുടെ കർത്താവ്, ഒരു പള്ളിയും ഒരു മനുഷ്യനും നമുക്ക് വേണ്ടി ഇല്ലേ, നമുക്ക് വേണ്ടി യാഗമായില്ല. കർത്താവ് നമുക്ക് വേണ്ടിയാണ്. കർത്താവില്ലാത്ത പള്ളി നമുക്കെന്തിന്? ദൈവം
കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ 2 അതിലധികമോ പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. കർത്താവ് ഉള്ള സ്ഥലം മാത്രം മതി നമുക്ക്. ഇവിടെ ഇവരെ ഏറ്റുപറഞ്ഞില്ല. എന്താണ്? പള്ളി ഭ്രഷ്ടരാക്കും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? അവരുടെ മാനത്തെ. റോമർ 10:10 കൂടെ ഒന്ന് വായിക്കുക. മനുഷ്യരാലുള്ള മാനം. മനുഷ്യരെ നമ്മൾ മാനിക്കുകയാണെങ്കിൽ മനുഷ്യർക്കൊപ്പം നമ്മൾ നിൽക്കും. ദൈവത്തെ നമ്മൾ മാനിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിൽക്കും, ദൈവത്തിനൊപ്പം നിൽക്കും. നമുക്ക് ആരെയാണ് വേണ്ടത്? നമ്മൾ ആലോചിക്കണം. കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. നമുക്ക് ആവശ്യം രക്ഷയാണ്, അല്ലേ? ഇവിടെ അവർ രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയുന്നതിനേക്കാളും അവർ പള്ളി വേണം, പള്ളി ഭ്രഷ്ടരായി പോവും എന്ന് വിചാരിച്ച് കർത്താവിനെ അവർക്ക് ഏറ്റുപറയാൻ കഴിഞ്ഞില്ല. ഇവിടെ റോമർ 10:10 പറയുന്നത്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പം നമുക്ക് ആവശ്യം രക്ഷയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ നമ്മൾ നഷ്ടമാക്കി കളയാൻ ഇടവരരുത്. നമുക്കതാണ് ആവശ്യം. ഏറ്റവും ദൈവസന്നിധി നമ്മൾ കൂടി വരണ്ടെന്നല്ല, നമ്മൾ കൂടി വരണം. കൂടി വരുന്നവരുടെ നടുവിലാണ് കർത്താവുള്ളത്. പള്ളിയിൽ ചെന്നാൽ ചിലപ്പോൾ പള്ളിയിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. കുറേ വിഗ്രഹങ്ങൾ കാണുമായിരിക്കും, വിഗ്രഹങ്ങളെല്ലാം കാണുമായിരിക്കും. പക്ഷേ ദൈവം എവിടെയാണുള്ളത്? ദൈവമുള്ളത് എവിടെയാണ്? ഭൂമിയിൽ 2 അതിലധികമോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു? അത് ഇവിടെ തന്നെ കൂടണമെന്നില്ല, വേറെ എവിടെയായാലും മതി, വേറെ ഏതൊരു വീട്ടിലായാലും, ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരുന്നാലും മതി. കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ കൂടി വരുന്നതെങ്കിൽ അവിടെ കർത്താവുണ്ട്. അപ്പം കർത്താവുള്ള സ്ഥലമാണ് നമുക്ക് ആവശ്യം, അവനാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ കൂടുതൽ രുചിച്ചറിയാൻ നമ്മളെല്ലാവരെയും ദൈവം സഹായിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവവചനം വായിക്കുക. വ്യക്തിപരമായി ഓരോരുത്തരും യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. അവനിൽ നമ്മളങ്ങ് ശരണം പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ഈ ജീവിതത്തിൽ നമുക്ക് അവസാനം വരെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കാൻ കഴിയൂ. മാനുഷ്യ ഭയം ഒരു കെണിയാകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈ രക്ഷ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതെ മനുഷ്യരെ ഭയപ്പെട്ടു എവിടെ പോകണം? പള്ളിയിൽ പോകണം. നമ്മൾ ധൈര്യമായിട്ട് പറയണം, ബൈബിൾ ധൈര്യമായിട്ട് നമുക്ക് പിടിച്ചുകൊണ്ട് പോകണം. നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ രക്ഷ ഒരു മനുഷ്യനെ ഭയപ്പെട്ട് നമ്മൾ നഷ്ടമാക്കി കളയാതെ. ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ കർത്താവ് അറിയുന്നു. മനുഷ്യരെ ഭയപ്പെടുന്ന, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു കർത്താവിൻ്റെ മകനാണ് എന്ന് പറയാൻ, ധൈര്യത്തോടെ പറയാൻ പേടിച്ചിരിക്കുന്ന എത്ര പേർ. ഈ വചനം എന്തിനു വേണ്ടി ദൈവം ഞാൻ ഉൾപ്പെടുന്ന ഈ സഭയോട് കർത്താവ് എന്ത് പറഞ്ഞു? ഈ പറഞ്ഞത് എന്ത്? ആർക്കാണ് ദൈവഭയം? ആർക്കൊക്കെയോ ഇവിടെ ദൈവഭയം ഉണ്ട്, അല്ലേ? മാനുഷ്യ ഭയം ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തിനെ മുറുകെ പിടിക്കണമെങ്കിൽ മാനുഷ്യ ഭയം നമ്മൾ വെടിയണം. കർത്താവിൽ കൂടുതൽ ശരണം പ്രാപിക്കണം. കൂടുതൽ ദൈവവചനം വായിക്കുക, ദൈവവുമായുള്ള ബന്ധത്തിലിരിക്കുക. നമ്മൾ ദൈവത്തെ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. അവനിൽ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തെ നമ്മൾ കൂടുതൽ ആഴത്തിൽ നമ്മൾ രുചിച്ചറിയാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു മനുഷ്യർ ഭയവും വരില്ല. കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിയുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.